കലാകാരൻ തന്നെയാണ് ഇങ്ങനെ ഈ കലാസൃഷ്ടി കീറിയെറിഞ്ഞതിൽ അശ്ലീലമാണ്, അസഭ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടന്നത്. അതിലിപ്പോൾ ലളിതകലാ അക്കാദമി അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഒപ്പം മുൻപ് ഈ അക്കാദമിയുടെ തലപ്പത്തിരുന്നവർ തന്നെയാണ് ഇതിനൊക്കെ പിന്നിലെന്ന ഗുരുതര ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. കലാകാരൻ കൂടിയാണ് മറ്റൊരു കലാകാരർക്കെതിരെ ഈ രീതിയിലുള്ള ഒരു അക്രമം അഴിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ലളിതകലാ അക്കാദമി. അവർ പറയുന്നത് ഇങ്ങനെയാണ്: വന്നിരിക്കുന്നത് ഒരു ഗസ്റ്റാണ്, ആ ഗസ്റ്റിന് കൊടുക്കേണ്ട യാതൊരു തരത്തിലുള്ള മര്യാദയും നൽകാതെയുള്ള പ്രവൃത്തിയാണ് നടത്തിയിരിക്കുന്നത്. അതിനെ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി പറയുന്നത്, കലാകാരിയായിട്ടുള്ള ഹെനാൻ ബനാമറിന് എല്ലാവിധത്തിലുമുള്ള നിയമപരമായിട്ടുള്ള എല്ലാവിധത്തിലുമുള്ള സപ്പോർട്ടും നൽകുമെന്നുള്ള കാര്യവും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത്, നേരത്തെ ലളിതകലാ അക്കാദമിയുടെ തലപ്പത്തുണ്ടായിരുന്നവർ തന്നെയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തനിക്കെതിരെ നടക്കുന്ന ഒരു പ്രവൃത്തിയുടെ ഭാഗം കൂടിയാണ് ഇന്നലെ നടന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ലളിതകലാ അക്കാദമിയുടെയും അതോടൊപ്പം തന്നെ കലാകാരിയായിട്ടുള്ള ഹെനാൻ ബനാമറിന്റെ തീരുമാനം. പോലീസിൽ പരാതി നൽകും, അതിനനുസരിച്ചുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടായിരിക്കും ഹെനാൻ ബനാമറും ലളിതകലാ അക്കാദമിയും പോലീസിൽ പരാതി നൽകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുക. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി അവർ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ തന്നെ, അതായത് 2-3 ദിവസമായിട്ട് ദർബാർ ഹാളിൽ ഈ കലാപ്രദർശനം നടക്കുന്നുണ്ട്. ഈ കലാപ്രദർശനം ആരംഭിച്ച ദിവസം തന്നെ ഇതിനകത്ത് അശ്ലീലപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള മുന്നറിയിപ്പും നേരത്തെ നൽകിയതാണ്. അത് അതിന്റെ ഉള്ളിലാണ്, പുറത്തൊന്നുമല്ല പ്രദർശനം നടത്തിയിരിക്കുന്നത്, ഒരു റൂമിനുള്ളിലാണ് പ്രദർശനം നടത്തിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഒരു ആക്രമണം നടത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. തനിക്കെതിരെ എന്തെങ്കിലും വിയോജിപ്പുണ്ടോ എങ്കിൽ അത് നേരിട്ട് പറയാമായിരുന്നു, തന്റെ കലാസൃഷ്ടിയോടല്ല കാണിക്കേണ്ടിയിരുന്നതെന്നും ഹെനാൻ ബനാമർ പറയുന്നുണ്ട്. എന്തായാലും പോലീസിൽ പരാതി നൽകാനാണ് ലളിതകലാ അക്കാദമിയുടെ തീരുമാനം.